ദിലീപിന്റെ ഭൂമി ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിക്കുന്നു. കൊച്ചിയിൽ മാത്രം ദിലീപ് 35 ഭൂമി ഇടപാടുകൾ നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന്റെ ആവശ്യപ്രകാരം രജിസ്ട്രാർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഭൂമി ഇടപാടിന്റെ വിശദാംശങ്ങൾ ഉള്ളത്. ദിലീപ്, മഞ്ജു എന്നിവരുമായി ആക്രമണത്തിനിരയായ നടിക്ക് ഭൂമി ഇടപാടുണ്ടായിരുന്നോ എന്ന് കണ്ടെത്തുന്നതിനായാണ് നീക്കം. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആലുവ MLA അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യും. വിദേശത്തുള്ള MLA മടങ്ങിയെത്തിയ ശേഷമാകും ചോദ്യം ചെയ്യൽ. ഷൈജു വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഷൈജു, അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ഏത് സാഹചര്യത്തിലാണ് ഈ ഭൂമി ഇടപാട് കേസ് അവരിലേക്ക് നീളുന്നത്? വിവരങ്ങൾ. സൈഫുദ്ദീൻ, അതായത് ദിലീപിന് ഈ കേസുമായുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിൽ ഉണ്ടായിട്ടുള്ള പങ്കാളിത്തത്തെക്കുറിച്ചാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഇതിനായി ദിലീപ് നടത്തിയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും ഭൂമി ഇടപാടുകളും സംബന്ധിച്ച സമഗ്രമായ ശേഖരമാണ് ഇപ്പോൾ പോലീസ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 35ലധികം ഭൂമി ഇടപാടുകളുടെ രേഖകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ലഭിച്ചിരിക്കുന്നത്. ആലുവ, ചെങ്ങമനാട്, കുഴിപ്പള്ളി, മരട്, എറണാകുളം തുടങ്ങിയ സബ് രജിസ്ട്രാർ ഓഫീസുകളിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. 318/2005 എന്ന ഡോക്യുമെന്റ് നമ്പറിൽ മകളുടെ പേരിൽ മൈനർ എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നു. ദിലീപ് MD ആയ ഹോട്ടലിന്റെ പേരിൽ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നു. ദിലീപ് മാനേജിംഗ് ട്രസ്റ്റിയായ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നു. ആക്രമിക്കപ്പെട്ട നടിയുടെ പേരിലുള്ള ഡോക്യുമെന്റ്സുകൾ പ്രത്യേകം സമാഹരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകളും അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നും അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന ചില നിഗമനങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും ഭൂമി ഇടപാട് നടത്തുന്നതിന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ദിലീപിന് ലഭിച്ചിട്ടുണ്ട് എന്നതു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഈ സംഭവം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പ്രതിപക്ഷത്തെ ഒരു MLA വളരെ സജീവമായി ഈ കേസിന് മുന്നിൽ നിന്നിരുന്നു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ കേസിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നതും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതാണ്. അതായത് ദിലീപ് നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകൾക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് അനുസരിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലിൽ അൻവർ സാദത്തിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് അൻവർ സാദത്ത് ഇപ്പോൾ ഫ്രാൻസ് ആണ് ഉള്ളത്. അദ്ദേഹം ചില സ്വകാര്യ പരിപാടികളുമായി ബന്ധപ്പെട്ട് വിദേശത്താണുള്ളത്. അദ്ദേഹം വിദേശത്ത് നിന്ന് നാട്ടിൽ മടങ്ങിയെത്തുന്ന മുറയ്ക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൈഫുദ്ദീൻ. അതോടൊപ്പം തന്നെ ദിലീപിന്റെ ഇന്നത്തെ തെളിവെടുപ്പുകൾ ഏതാണ്ട് പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 48 മണിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച ദിലീപിൽ നിന്നും പരമാവധി ഇനിയും ചോദ്യം ചെയ്യുക, തെളിവെടുപ്പുകൾ പരമാവധി പൂർത്തീകരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള. ദിലീപിന്റെ ഭൂമി ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിക്കുന്നു എന്നതാണ് ഈ സമയം കൂട്ടിച്ചേർക്കാനുള്ള വിവരം.